എന്തു പറ്റി അമ്മേ? അവള് പോയടാ. ആര്? സ്വാതി. ഞങ്ങളെല്ലാവരും പോണ്ടെന്ന് പറഞ്ഞതാ, പക്ഷെ കേട്ടില്ല. നിനക്ക് വേണ്ടിയാ അവൾ ഇറങ്ങിപ്പോയത്, വേദയുടെ അസുഖം മാറാൻ. ഇതല്ലാതെ വേറെ വഴി ഉണ്ടായിരുന്നില്ലല്ലോ അവളുടെ മുമ്പില്. നീ പോവാൻ പറയുന്നതിന് മുമ്പ് അവളങ്ങ് ഇറങ്ങിയെന്നേ ഉള്ളൂ. ഞാൻ ഒരിക്കലും അങ്ങനെ പറയില്ലായിരുന്നു. വേദയായിട്ട് ജീവിക്കുമ്പോ സ്വാതി ഒരു തടസ്സമാണല്ലോ. വേദയുമായിട്ട് ജീവിക്കാൻ പോകുന്ന നിന്നോട് ആരാ പറഞ്ഞത്? ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. സ്വാതിയെ വേണ്ടെന്ന് വെച്ചൊരു ജീവിതം അതെനിക്ക് വേണ്ട. അബദ്ധമായല്ലോ മോനെ. നിന്റെ മനസ്സിൽ ഇങ്ങനെയായിരുന്നു എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ അവളെ പോവാൻ സമ്മതിക്കില്ലായിരുന്നു. അല്ലെങ്കിൽ നിങ്ങൾ കാണിച്ചത് മഹാമണ്ടത്തരമായി പോയി. ഞാൻ വരുന്നതിന് മുമ്പ് അവളെ ഒരു കാരണവശാലും വിടരുതായിരുന്നു. ഒന്നും അല്ലെങ്കിലും ഞാൻ അവളുടെ ഭർത്താവല്ലേ. ഞങ്ങൾ പറഞ്ഞതാ, ഏടത്തി കേട്ടില്ല. നീ വന്നാ പോവാൻ പറ്റില്ല നമുക്ക് തോന്നിക്കാണും. എല്ലാം തീരുമാനിച്ചുറച്ചതുപോലെയായിരുന്നു അവളുടെ പെരുമാറ്റം. ആവുന്നത് ഞങ്ങൾ പറഞ്ഞു നോക്കി, ഉൾക്കൊള്ളാൻ അവള് തയ്യാറായില്ല. ഒരു പക്ഷേ ഇതല്ലാതെ വേറെ വഴിയില്ലെന്ന് അവള് കരുതി കാണും. ഇല്ലല്ലോ, വേദയ്ക്ക് എന്തായാലും നീലിനെ വേണം. അപ്പൊ പിന്നെ വേറെന്താ വഴി എന്ന് നീയാണോ തീരുമാനിക്കുന്നത്? ഞാൻ ആർക്കും വാക്കൊന്നും കൊടുത്തിട്ടില്ല. ഇങ്ങനെയല്ലോ നീ വേദയുടെ വീട്ടുകാരോട് പറഞ്ഞത്. അതൊക്കെ അവരുടെ വെറും ആഗ്രഹങ്ങൾ മാത്രമാണ്. അപ്പൊ വേദ രക്ഷപ്പെടേണ്ടതാണോ നീ പറയുന്നത്? നീ ഇല്ലാതെ അത് സാധിക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം. നിനക്കിപ്പോ വേദ ഒരു പ്രശ്നമേ അല്ല അല്ലേ? വിചാരണ വേണ്ട. സ്വാതിയേക്കാൾ വലുതല്ലേ ഇപ്പൊ എനിക്ക് മറ്റൊന്നും. എന്നാ പോയി വിളിച്ചോണ്ട് വാടാ സ്വാതിയെ. അത് തന്നെയാ ഞാൻ ചെയ്യാൻ പോകുന്നത്. വേണം മോനെ, നീ പറഞ്ഞത് തന്നെ അതിന്റെ ശരി. ഞാനും വരാം. വേണ്ട, അവളെ തിരിച്ചു കൊണ്ടുവരാൻ ഞാൻ മാത്രം മതി. എനിക്കറിയാം അവൾ എവിടെ ഉണ്ടായിരിക്കുമെന്ന്. ഞാൻ കൊണ്ടുവന്നിരിക്കും. എല്ലാം തീർന്നതാ. വീണ്ടും കുഴപ്പമുണ്ടാക്കാനുള്ള പരിപാടിയാ നീലിന്റെ. എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. അവനെ തിരിച്ചു വിളിക്കാൻ തീരുമാനിച്ചത് അവന്റെ ഭാര്യയാ. അതിലൊരു തെറ്റുമില്ലെന്ന് മാത്രമല്ല, അതാണ് ശരി.